2012 തിര എന്ന സിനിമ ഇറങ്ങി. തിയേറ്ററിൽ അത് വലിയ വിജയമൊന്നും ആയിരുന്നില്ല. പക്ഷെ പിന്നീട് തിരയ്ക്ക് വലിയ അഭിപ്രായമാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും എത്തിയത്. 13 വർഷങ്ങൾക്ക് ശേഷം വിനീത് ശ്രീനിവാസൻ മറ്റൊരു ത്രില്ലർ ചിത്രവുമായി എത്തുകയാണ്. ചിത്രത്തിന്റെ പേര് കരം. നോബിൾ ബാബു തോമസ് ആണ് പ്രധാന വേഷത്തിൽ എത്തുന്നത്. കലാഭവൻ, ഷാജോൺ, ബാബുരാജ് തുടങ്ങിയ താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ ഹെഡ് കോച്ചായ ഇവാൻ വുക്കുമനോവിച്ചും ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ചിത്രത്തിന്റെ പോസിറ്റീവുകൾ നെഗറ്റീവുകൾ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഒരു ത്രില്ലർ ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ വർക്കായത് കോമഡിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അങ്ങനെ ഒരു ചിത്രവുമായിട്ടാണ് കരം അനുഭവപ്പെട്ടത്. കരത്തിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് തോന്നിയത് കലാഭവൻ ഷാജോണിൻ്റെയും ബാബുരാജിൻ്റെയും ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഹ്യൂമർ പോർഷൻസാണ്. പ്രത്യേകിച്ച് ബാബുരാജിന് ഉടനീളം ഹ്യൂമർ കൈകാര്യം ചെയ്യാനുണ്ട്. അതിലെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ തിയേറ്ററിൽ അത് വർക്കായി. മനോജ് കെ ജയനും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ഒരു ഘട്ടത്തിലെത്തുമ്പോഴേക്കും മനോജ് കെ ജയൻ മാസ് മോഡൊക്കെ ഒന്ന് ആക്ടിവേറ്റ് ആവുന്നുണ്ട്. അതും നല്ല രീതിയിൽ തിയേറ്ററിൽ വർക്കൗട്ടായി മാറുകയും ചെയ്തു. വിനീത് ശ്രീനിവാസൻ്റെ ഒരു ടച്ച്, പ്രത്യേകിച്ച് ഈ ചിത്രത്തിന് തിരയുമായിട്ടും ചെറിയ ബന്ധമുണ്ട്. ഇതിൻ്റെ സ്റ്റോറി ലൈനും കണക്ഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയ തിര നമുക്ക് അടിക്കാം. പക്ഷേ എന്നാൽ പോലും കരം നമ്മളെ ത്രില്ലടിപ്പിക്കുന്നുണ്ടോ, അങ്ങനെ എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലടിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത്യാവശ്യം നല്ല രീതിയിൽ എൻഗേജ് ചെയ്ത് പോകുന്നൊരു തിരക്കഥ. അത് വളരെ മികച്ച രീതിയിൽ തന്നെ അത് പേസ് ചെയ്ത് പ്രേക്ഷകനെ ആദ്യം തൊട്ട് അവസാനം വരെ പിടിച്ചെടുത്താൻ കരത്തിന് സഹായകമാകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോസിറ്റീവായിട്ട് എടുത്തു പറയാനുള്ളത് നോബിൾ ബാബു തോമസിൻ്റെ അഭിനയമാണ്. നോബിൾ ബാബു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്യാരക്ടർ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ആർമി ഓഫീസർ, കോർട്ട് മാർഷൽ നേരിടേണ്ടി വരുന്ന ഒരു ആർമി ഓഫീസർ, അദ്ദേഹത്തിൻ്റെ സംഭവ വികാസങ്ങളും അദ്ദേഹത്തിന് തുടർന്നുണ്ടാകുന്ന ഒരു ജീവിതവുമാണ് കരം സംസാരിക്കുന്നത്. അതിൻ്റെ ഓരോ എലമെൻസും വരുമ്പോഴേക്കും, പ്രത്യേകിച്ച് ത്രില്ലറായിട്ട് പോകാൻ സ്വഭാവമുള്ള പല പല എലമെൻസുകളും ഇതിൻ്റെ സ്ക്രീൻ പ്ലേയിൽ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോസിറ്റീവ് ഫാക്ടർ. അതായത് റൈറ്റിങ്ങിൽ, സ്ക്രീൻ പ്ലേയിൽ നമ്മൾ നോക്കുമ്പോഴേക്കും ഈ എലമെൻറ്റ് ത്രില്ലിംഗ് ആണ്, ഈ എലമെൻറ്റ് ത്രില്ലിംഗ് ആണ്, ആ എലമെൻറ്റ് ത്രില്ലിംഗ് ആണ് എന്നുള്ളത് വരുമ്പോഴേക്കും എക്സിക്യൂഷൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴേക്കും സീറ്റ് എഡ്ജ് ത്രില്ലറിലേക്ക് ആ സംഭവം വരുന്നില്ല. സ്ക്രീൻ പ്ലേയിൽ എഴുതി വെച്ചിരിക്കുന്ന അതേ ത്രില്ലർ സ്വഭാവം എക്സിക്യൂഷനിൽ അതേപടി പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനേക്കാൾ വലിയ ഉപരി ഒരു സീറ്റഡ് ത്രില്ലറിലേക്ക് നീങ്ങാനായിട്ട് സിനിമയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറേണ്ടി വരും. നായികയെ എത്തിയ രണ്ടുപേരും അവർ തിളങ്ങുകയും ചെയ്തു എന്നുള്ളതും സൂചിപ്പിക്കണം. ഷാൻ റഹ്മാൻ്റെ ബീജിയം ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ ഹൈ തന്ന മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആക്ഷൻ സീക്വൻസിൽ ഷാൻ റഹ്മാൻ നല്ലപോലെ കൊളുത്തിയിട്ടുണ്ട്. ആൻഡ് ആക്ഷനിൽ പ്രത്യേകിച്ച് ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റുള്ള ഷോട്ട്സിൽ, പ്രത്യേകിച്ച് ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റുള്ള സീൻസൊക്കെ തന്നെ നോബിൾ ബാബു വളരെ രസകരമായ രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വേണം പറയാൻ. സ്റ്റണ്ട് സീക്വൻസുകളും നല്ല രസകരമായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സൂചിപ്പിക്കേണ്ടത് ഗൺ സീക്വൻസുകൾ, ഷൂട്ടിംഗ് സീക്വൻസുകളും രസകരമായിട്ട് തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. അതോടൊപ്പം തന്നെ DOP കൈകാര്യം ചെയ്തിരിക്കുന്നത് ജോമോൻ ടി ജോൺ ആണ്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷമാണ് ജോമോനും ഷാനും വിനീതും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു സിനിമ ഒരുമിച്ച് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ രീതിയിലും ആ സിനിമ ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാസ്തവമായിട്ടും നിൽക്കുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ കരം എന്ന് പറയുന്നൊരു സിനിമ നല്ല ത്രില്ലർ സ്വഭാവമുള്ളൊരു സിനിമയായിട്ട് തന്നെ നിൽക്കുന്നു. എന്നാൽ പോലും അതിൻ്റെ സ്റ്റോറി ലൈൻ കുറച്ചുകൂടെ കടുപ്പിക്കാമായിരുന്നു എന്നുള്ളതാണ് ഒരു അഭിപ്രായം. കിട്ടിയ സ്റ്റോറി ലൈനിൽ നല്ല രീതിയിൽ അത് വർക്ക് ചെയ്ത് സ്ക്രീൻ പ്ലേ ചെയ്തിട്ട് ഡയലോഗ്സും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും പറയേണ്ടി വരും. പ്രത്യേകിച്ച് അസ്ഥാനത്തുള്ള ചില ഡയലോഗുകളൊക്കെ ഉണ്ട്, അതാണ് ഹ്യൂമറായിട്ട് കൂടുതലായിട്ട് മാറുന്നത്. അതും രസമായിരുന്നു. ഒരു കാർ ചേസിങ് സീക്വൻസ് ഉണ്ട്, അതും വളരെ രസകരമായിട്ട് തന്നെ ഫീൽ ചെയ്തു. അങ്ങനെ ആകെ മൊത്തത്തിൽ പെർഫോമൻസ് വൈസ് ചിലരുടേത് ഗംഭീരമായി മാറി, ചിലരുടേത് കുഴപ്പമില്ലാതെയായി മാറി. സ്റ്റോറി ലൈൻ കുറച്ചുകൂടെ ഗംഭീരമായി മാറിയിരുന്നെങ്കിൽ സ്ക്രീൻ പ്ലേയും അതനുസരിച്ച് ഡെവലപ്പായ ഒരു മികച്ച രീതിയിലേക്ക് മാറിയേനെ എന്ന് തോന്നിയ ഒരു ചിത്രമാണ് കരം. എന്തായാലും പ്രേക്ഷകരുടെ പ്രതികരണം എത്തിയപ്പോഴേക്കും സമ്മിശ്ര പ്രതികരണമാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് നമ്മൾ തിയേറ്റർ റെസ്പോൺസ് എടുക്കാൻ പോയപ്പോഴേക്കും ഉണ്ടായിരുന്നത്. ചിലർ തിര റീക്രിയേറ്റ് ചെയ്യാൻ ആണ് വിനീത് ശ്രീനിവാസൻ ശ്രമിച്ചത് എന്നുള്ളതാണ് ഒരു വിഭാഗം ആളുകൾ പറയുമ്പോൾ, മറ്റു ചിലർ കരം വളരെ മികച്ച രീതിയിൽ അനുഭവപ്പെട്ടു എന്ന് വാദിക്കുന്നവരും ഉണ്ട്. എന്തായാലും സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കാണാത്തവർ തീർച്ചയായും തിയേറ്ററിൽ പോയി കരം കാണാൻ ശ്രമിക്കുക. ഒരു ഡീസൻറ്റ് ത്രില്ലർ നിങ്ങൾക്ക് തിയേറ്ററുകളിൽ നിന്നും ലഭിക്കും. താങ്ക് യു സോ മച്ച്.